ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചിന്തയുള്ളത്, നമ്മളൊരുപാട് നന്മ ചെയ്യുന്നവരാണ്. അതിനിടയിൽ ഒരു തെറ്റൊന്നും സംഭവിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്. ആ ഒരു ചിന്ത പുലർത്തുന്നതിൽ ഒത്തിരിയേറെ പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഞാൻ പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ഒത്തിരി നന്മ പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്, സമൂഹത്തിന് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിനിടയിൽ ഒരു ചെറിയ തെറ്റൊക്കെ ദൈവം ക്ഷമിക്കുകയല്ലേ? ആ ഒരു ചിന്ത നമ്മളിൽ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയൊരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്, എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവളാണ്. എൻ്റെ കുടുംബമാണെങ്കിൽ ഇടവകയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബമാണ്. അച്ഛന്മാരും കന്യാസികളും സുവിശേഷ പ്രഘോഷകരുമൊക്കെയുള്ള നല്ല കുടുംബമാണ്. അപ്പം ഞാനിങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ ഒരു പാപമൊന്നും എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമല്ല. ഒരു തെറ്റൊക്കെ ദൈവം ക്ഷമിക്കും. ഈ ചിന്ത ഇന്ന് വളരെ പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ചിന്ത, ഒരു പാപമൊക്കെ ചെയ്യാം, കുമ്പസാരിച്ചാൽ മതിയല്ലോ. ആ ചിന്ത പുലർത്തുന്നവർ വളരെ കുറച്ചൊന്നുമല്ല, ഒരുപാട് പേരുണ്ട്. പാപം ചെയ്യാം, കുമ്പസാരിച്ചാൽ മതി എന്നൊരു ചിന്ത. അപ്പോൾ നമ്മളീ പുലർത്തുന്ന ചിന്തകൾക്ക് അതിൽ തന്നെ തിന്മയുടെ ഒരു മാനമുണ്ട്. തെറ്റാണ് എന്നറിഞ്ഞിട്ടും അതറിഞ്ഞുകൊണ്ട് വീണ്ടും അത് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. അപ്പോൾ തെറ്റ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെതിരായ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയില്ലെന്നാണ് ഈശോ പറയുന്നത്. നമ്മുടെ പാപത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു പാപം ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു ചിന്ത. കൃപ കുറഞ്ഞു പോകുന്നത് മാത്രമല്ല, തിന്മ നമ്മളിൽ ശക്തിപ്പെടാനും ഇത് കാരണമാകും. ക്രമേണ ഹൃദയം കഠിനമാകാനും മാനസാന്തരമില്ലാത്ത, പശ്ചാത്താപമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, അതൊരു അപകടം പിടിച്ചൊരവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിപ്പോകാൻ ഇടയുള്ളതാണ് ഇത്തരത്തിലുള്ള ചിന്തകൾ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് തെറ്റ് പറ്റിയാലും തെറ്റൊക്കെ അറിയാതെ സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും കുമ്പസാരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാനൊരു ചെറിയ തെറ്റൊന്നും ചെയ്താൽ, അല്ലെങ്കിൽ ഒരു പാപമൊന്നും അത്രമേൽ ഗൗരവമല്ല, അത് ദൈവം ക്ഷമിക്കാതിരിക്കുമോ, ഇങ്ങനെ ലാഘവ ബുദ്ധിയോടെയുള്ള നമ്മുടെ പാപജീവിതത്തെ കാണുന്നത് ഏറ്റവും അപകടം പിടിച്ചൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. ആ തരത്തിൽ നമ്മൾ കുറേ അങ്ങ് നീങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പശ്ചാത്താപം ലഭിക്കുക, ചെയ്ത തെറ്റിനെക്കുറിച്ചൊരു മാനസാന്തരം ഉണ്ടാവുക, അതൊക്കെ വളരെ ദുഷ്കരമായി തീരും. ഹൃദയം കഠിനമായി തീരുന്നു എന്നുള്ളതാണ് ആ അവസ്ഥയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഹൃദയം കഠിനമായി തീരുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ഒരു നന്മ പ്രവൃത്തികൾ കാണാനും കൂടുതൽ വിശുദ്ധിയിലേക്ക് വളരാനും കൃപയിലേക്ക് നടന്നെടുക്കുവാനും അവർക്ക് അസാധ്യമാകുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഈ ചിന്തകൾക്കെല്ലാം നല്ല ഒരു മറുപടി വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നിയമാവർത്തന പുസ്തകം 1-ാമത്തെ അധ്യായം 34 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ട് കോപിച്ചു, അവിടുന്ന് ശപഥം ചെയ്തു പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല. നിയമാവർത്തന പുസ്തകം 1-ാം അധ്യായം 37-ാമത്തെ തിരുവചനത്തിൽ മോശയുടെ അനുഭവം മോശ പറയുകയാണ്: നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു, അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. നൂനിൻ്റെ പുത്രനും നിൻ്റെ സഹായകനുമായ ജോഷുവ അവിടെ പ്രവേശിക്കും, നീ അവന് ഉത്തേജനം നൽകുക. മോശ ഇവിടെ ഒരു സങ്കടം പറയുകയാണ്.
നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. ജോഷുവയായിരിക്കും നിനക്ക് പകരം ഇസ്രായേൽ ജനത്തെ അവിടെ കൊണ്ടുപോവുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ, ഒരു മനുഷ്യബുദ്ധി ചിന്തിച്ചാൽ, മോശ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് കഠിനമായ പരീക്ഷണങ്ങളിലൂടെ കടന്ന മരുഭൂമി യാത്രയിലൂടെയും ചെങ്കടലിലൂടെയും ഇസ്രായേൽ ജനത്തിൻ്റെ മല്ലടിക്കുന്ന സ്വഭാവത്തിലൂടെയും എല്ലാം കടന്നുപോയ മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിലൊന്നും പ്രവേശിക്കാൻ സാധിക്കാതെ വന്നത് കഷ്ടമായിപ്പോയി എന്ന് നമ്മളും ചിന്തിക്കും. പക്ഷേ മോശയുടെ ജീവിതത്തിൽ ചെറിയൊരു പാളിച്ച വന്നത് ദൈവം ഗൗരവമായി എടുത്തതുകൊണ്ടാണ് മോശയോട് കർത്താവ് പറഞ്ഞത്, നീയും അവിടെ പ്രവേശിക്കുകയില്ല എന്ന്. അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ചെറിയ പാപമൊന്നും വലിയ കുഴപ്പമില്ല, ദൈവം അതൊക്കെ ക്ഷമിക്കും, കുമ്പസാരിച്ചാൽ മതി. അങ്ങനെ പാപത്തിൻ്റെ ഗൗരവം കുറച്ച് കാണുന്ന നമുക്ക്, മോശ ഇത്രത്തോളം കഠിനമായി അധ്വാനിച്ച മനുഷ്യൻ വാഗ്ദത്ത നാട്ടിൽ നീ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞ് വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാനുള്ള ആ അനുഗ്രഹം ദൈവം മോശയ്ക്ക് നിഷേധിച്ചത് മോശയുടെ ജീവിതത്തിൽ വന്ന ചെറിയൊരു പാളിച്ചയ്ക്ക് പരിഹാരമായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ വചനമൊക്കെ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത്രത്തോളം അധ്വാനിച്ച മോശയ്ക്ക് ദൈവം ഒരു അനുഗ്രഹം നിഷേധിച്ചു എങ്കിൽ ബോധപൂർവം ചില തെറ്റുകളൊക്കെ ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ചില തെറ്റുകൾ ബോധപൂർവം ചെയ്യുകയും പാപം ചെയ്താലും കുഴപ്പമില്ല, കുമ്പസാരിച്ചാൽ മതിയല്ലോ എന്ന ചിന്ത പുലർത്തുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ അവസ്ഥ, നമ്മുടെയൊക്കെ ചില പാപങ്ങൾ, നമ്മുടെയൊക്കെ ചില പ്രവൃത്തികൾ എത്രയോ അപകടകരമാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. മോശ ഈ സങ്കടം പറയുന്നത് ഇസ്രായേൽ ജനത്തോടാണ് പറയുന്നത്. നിങ്ങൾ കാരണം കർത്താവ് എന്നോടും കോപിച്ചു. നമ്മുടെ ഒരുപാട് ന്യായീകരണങ്ങൾ എല്ലാ കാര്യങ്ങളിലും നമുക്കുണ്ട്. ഏത് തെറ്റ് ചെയ്താലും നമ്മൾ അതിനെല്ലാം ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കുകയാണ്. തെറ്റ് തെറ്റാണ് എന്ന് സമ്മതിക്കാനും എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് കുറ്റം സമ്മതിക്കാനും ഇന്ന് നല്ലൊരു ശതമാനം മനുഷ്യർക്കും മനസ്സില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടകരമായ ഒരു അവസ്ഥ. അതിൻ്റെ അർത്ഥം പശ്ചാത്താപമില്ലെന്ന് മാത്രമല്ല, താൻ ചെയ്ത തെറ്റിനെ ശരിയാ എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മോശ ഒരു സങ്കടം പറയുകയാണ്, നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു. അവിടുന്ന് പറഞ്ഞു, നീയും അവിടെ പ്രവേശിക്കുകയില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലെ മല്ലടിക്കുന്ന ഒരു സ്വഭാവം, മല്ലടിക്കുന്ന ഇസ്രായേൽ ജനത്തോട് മല്ലടിച്ച് അവരെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന മോശയുടെ പ്രവൃത്തി, ഇതൊക്കെ ചെയ്തിട്ടും മോശയ്ക്ക് ദൈവം ഒരു അനുഗ്രഹം നിഷേധിച്ചു. നീയും ആ വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഞാൻ ഓർക്കുന്നു, കുറേ നാളുകൾക്ക് മുമ്പ് കുറേ മനുഷ്യർ ചേർന്ന് ഒരു വലിയ മോഷണം നടത്തി. ഒരു വീട്ടിൽ കയറി കുറേ സ്വർണ്ണാഭരണങ്ങളും പണവുമെല്ലാം മോഷ്ടിച്ചു. എന്തായാലും അവിടെ മോഷണം ആസൂത്രണം ചെയ്ത് പരാജയപ്പെട്ടു. അവർ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ കേസിനേക്കാൾ ഉപരി അതൊരു നാട്ടുമധ്യസ്ഥത്തിലേക്ക് വന്നു. നാട്ടുമധ്യസ്ഥത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരോട് ഒരു സഹതാപത്തോടുകൂടി പ്രവർത്തിക്കുന്ന കുറേ നേതാക്കന്മാർ വന്നു. അവരവസാനം തീരുമാനിച്ചു, മുതൽ കണ്ടുകിട്ടിയല്ലോ, അവർ രാത്രിയിൽ അത്രയും കഷ്ടപ്പെട്ടതല്ലേ, പകുതി അവർക്ക് കൊടുക്കാം എന്ന ഒരു നാട്ടുമധ്യസ്ഥത്തിൽ വന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, മോഷ്ടിക്കുന്നത് തെറ്റാണ് എന്ന് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നടത്തിയ വിധി തീർപ്പിൽ നീതിബോധം നഷ്ടപ്പെടുകയാണ്.
മോശയുടെ ജീവിതത്തിൽ വന്ന ചെറിയ ഒരു പാളിച്ച, വാഗ്ദത്ത ഭൂമിയിൽ കാലുകുത്താൻ ദൈവം അവനെ അനുവദിക്കാതിരുന്നത്, ആ വലിയൊരു കൃപ അവന് നഷ്ടപ്പെടുത്തിയത്, ദൈവം അതിലൊരിക്കലും പശ്ചാത്തപിച്ചില്ല. കർത്താവ് മോശയോട് പറഞ്ഞത്, നീ നെബോ മലയിൽ കയറി എൻ്റെ ജനത്തിന് നൽകാൻ പോകുന്ന വാഗ്ദത്ത നാട് അവിടെ നിന്ന് നീ നോക്കിക്കണ്ടുകൊള്ളുക. നെബോ മല ഒരു പ്രധാനപ്പെട്ട സ്ഥലമായി തീർന്നത് അങ്ങനെയാണ്. നമ്മളിന്ന് വിശുദ്ധ ഭൂമിയിൽ പോകുമ്പോൾ നെബോ മലയുടെ മുകളിൽ നമ്മൾ പോകാറുണ്ട്. അവിടെ ചെന്നാൽ ഇസ്രായേൽ മുഴുവനും ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ വാഗ്ദത്ത ഭൂമിയുടെ മുഴുവൻ മനോഹാരിതയും നെബോ മലയുടെ മുകളിൽ നിന്നാൽ കാണാം. കർത്താവ് മോശയോട് പറഞ്ഞു, നീ നെബോ മലയുടെ മുകളിൽ ചെന്ന് ആ ദേശം മുഴുവനും നോക്കി കണ്ടുകൊള്ളുക. പക്ഷേ ആ അനുഗ്രഹം, വാഗ്ദത്ത ഭൂമിയിൽ കാലുകുത്തുക എന്ന അനുഗ്രഹം ദൈവം മോശയ്ക്ക് കൊടുത്തില്ല. മോശയുടെ ജീവിതത്തിലുണ്ടായ ഈ ചെറിയ വീഴ്ചയുടെ സംഭവം സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് മോശയ്ക്കത് പറ്റിയത്? നമ്മളിത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നിസ്സാരമായ ഒരു തെറ്റാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ദൈവം അത് ഗൗരവമായി എടുത്തതിൻ്റെ കാരണം എന്താണ് എന്നും നമ്മൾ സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ പഠിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനം, സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം, ഇസ്രായേൽ ജനം സീൻ മരുഭൂമിയിലെത്തി. അവർ കാദേശിൽ താമസിച്ചു. അവിടെ അവർക്ക് വെള്ളമില്ലായിരുന്നു. ജനം മോശയ്ക്കും അഹ്റോനുമെതിരെ തിരിഞ്ഞു. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മളെപ്പോഴും കാണുന്നുണ്ട്, ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമി യാത്രയിൽ ഏതൊരു കുറവോ ഏതൊരു പാളിച്ച, എന്ത് കുറവ് വന്നാലും അതിനെല്ലാം മോശയ്ക്കെതിരെയും അഹ്റോനെതിരെയും പിറുപിറുക്കുന്ന ഒരു ജനത്തെയാണ് നമ്മൾ കാണുക. ഇവിടെയും വെള്ളമില്ലാതായപ്പോൾ മോശയ്ക്കും അഹ്റോനുമെതിരെ ഇസ്രായേൽ ജനം തിരിഞ്ഞു. ഞങ്ങളും ഞങ്ങളുടെ കന്നുകാലികളും ഇവിടെ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ കർത്താവിൻ്റെ സമൂഹത്തെ മരുഭൂമിയിലേക്ക് എന്തിനു കൊണ്ടുവന്നു? അതാണ് ഇസ്രായേൽ ജനം മോശയോടും അഹ്റോനോടും ചോദിക്കുന്നത്. പിന്നെ അവരുടെ പരാതികൾ തീരുന്നില്ല. അവരുടെ പരാതികൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുകയാണ്. ഇവിടെ ധാന്യങ്ങളോ അത്തിപ്പഴമോ മുന്തിരിപ്പഴമോ മാതളപ്പഴമോ ഇല്ല, കുടിക്കാൻ വെള്ളം പോലും ഇല്ല. ഈ ജനം ഓർക്കേണ്ടത്, ഇവർ മരുഭൂമിയിലൂടെ വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള യാത്രയിലാണ്. ഈ യാത്രയിൽ ഇവർക്ക് ധാന്യമില്ല, അത്തിപ്പഴമില്ല, മുന്തിരിപ്പഴമില്ല, മാതളപ്പഴമില്ല, കുടിക്കാൻ വെള്ളം പോലുമില്ല. അവരോർമ്മിക്കേണ്ടത് ഇതൊരു യാത്രയാണ്. വാഗ്ദത്ത ഭൂമിയിലേക്കാണ് അവർ പോകുന്നത്. പാലും തേനും ഒഴുകുന്ന ഭൂമിയിലേക്ക്. പാലും തേനും ഒഴുകുന്ന ആ ഭൂമിയിൽ അവിടെ യാത്ര എത്തിച്ചേർന്നാൽ ആ ഭൂമി സ്വന്തമായി കിട്ടിക്കഴിയുമ്പോൾ അതെല്ലാം കൃഷി ചെയ്ത് മനോഹരമാക്കാനും തേനും പാലും ഒഴുകുന്ന ആ നാട്ടിൽ ദൈവത്തിനു വേണ്ടി ദൈവം കൊടുത്ത അനുഗ്രഹം ആസ്വദിച്ച് ജീവിക്കുവാൻ അവർക്കെല്ലാം അവസരമുണ്ട്. പക്ഷേ വഴിയിൽ വെച്ച് ഇതിനെക്കുറിച്ച് പിറുപിറുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? കുറഞ്ഞ നാളത്തേക്ക് ഈ പോരായ്മകൾ ക്ഷമിക്കുകയും കുറഞ്ഞ നാളത്തേക്ക് ഈ ഇല്ലായ്മകളിലൂടെ കടന്നു പോവുകയും ചെയ്യുവാൻ ഇസ്രായേൽ ജനം തയ്യാറില്ല. ദൈവമാണ് ഈ ജനത്തെ നയിക്കുന്നത് എന്ന സത്യം അവർ മറക്കുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം അവർ മറന്നുകൊണ്ട് അവർ മോശയ്ക്കും അഹ്റോനും എതിരെ പിറുപിറുത്തു. അവരുടെ പരാതികൾ മാത്രം ഒരുപാട് വലുതാണ്. സംഖ്യയുടെ പുസ്തകം 20-ാം അധ്യായം 7-ാമത്തെ തിരുവചനം, കർത്താവ് മോശയോട് അരുളി ചെയ്തു, നീയും നിൻ്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കുവാൻ അവരുടെ മുമ്പിൽ വെച്ച് പാറയോട് ആജ്ഞാപിക്കുക. പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. കൽപ്പനയനുസരിച്ച് മോശ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് വടിയെടുത്തു. ജനത്തെ മോശ ഒരുമിച്ച് കൂട്ടി. 20-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം, മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ
എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. ഇവിടെയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ പാളിച്ച സംഭവിച്ചത്. ഈ ജനത്തിൻ്റെ പാളിച്ചയിലൂടെ കടന്നുപോയപ്പോൾ മോശ ദൃഢമായി ദൈവത്തിൽ വിശ്വസിക്കാതിരുന്നത് മോശയുടെ ജീവിതത്തിലും അതൊരു പാളിച്ചയായി തീർന്നു. കർത്താവ് ഇസ്രായേൽ ജനം പിറുപിറുത്തപ്പോൾ കർത്താവ് മോശയോട് അരുളി ചെയ്തത്, നീയും നിൻ്റെ സഹോദരൻ അഹറോനും ചേർന്ന സമൂഹത്തെ വിളിച്ചു കൂട്ടുക, വെള്ളം പുറപ്പെടുവിക്കുവാൻ അവരുടെ മുമ്പിൽ നിന്ന് പാറയോട് കൽപ്പിക്കുക. അതാണ് ദൈവം ആവശ്യപ്പെട്ടത്. എന്നാൽ മോശ തൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയെടുത്ത് ആ പാറയിൽ 2 പ്രാവശ്യം അടിക്കുകയാണ് ചെയ്തത്. ദൈവം പറഞ്ഞതല്ല മോശ അവിടെ ചെയ്തത്. മോശ കൈ ഉയർത്തി പാറയിൽ 2 പ്രാവശ്യം വടികൊണ്ടടിച്ചു. എങ്കിലും ധാരാളം ജലം പ്രവഹിച്ചു. മനുഷ്യരും മൃഗങ്ങളും അതിൽ നിന്ന് കുടിച്ചു. ഇവിടെയാണ് കർത്താവ് മോശയെ വഴക്ക് പറയുന്നത്. കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഇസ്രായേലിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് ഞാൻ ഈ ജനത്തിന് കൊടുക്കുന്ന ദേശത്ത് ഇവരെ എത്തിക്കുന്നത് നിങ്ങളായിരിക്കുകയില്ല. മോശയുടെയും അഹറോൻ്റെയും ദൗത്യം ഇസ്രായേലിൽ ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി വിശ്വസിക്കുകയും ഈ ജനത്തോട് ആ തരത്തിൽ പെരുമാറുകയും ചെയ്യുകയായിരുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ്റെ മുമ്പിൽ വെച്ച് ഒന്ന് നോക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്നതായിരിക്കണം. അത് ദൃഢമായി മോശ വിശ്വസിക്കാതിരുന്നതുകൊണ്ട് സംഭവിച്ചു. ദൈവം അതാണ് മോശയ്ക്ക് കൊടുത്ത ആ കൃപയുടെ കുറവ്. വാഗ്ദത്ത നാട്ടിൽ നീ പ്രവേശിക്കുകയില്ല എന്ന് പറയാനുള്ള കാരണവും അതുതന്നെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രവൃത്തികളിലൂടെയും കടന്നു പോവുക. എത്രയോ കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്നു. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് എന്ന് പറഞ്ഞും നമ്മുടെ ഓരോരുത്തരുടെയും സൗകര്യത്തിനായിട്ടും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ സംഭവിക്കുന്നു. അങ്ങനെയൊക്കെയായിട്ട് ഒരുപാട് ജോലികൾ നമ്മൾ നിത്യവും ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വേണം നമ്മൾ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മുടെ അനുഗ്രഹങ്ങളും നമ്മുടെ അഭിവൃദ്ധിയും നമ്മുടെ സമൃദ്ധിയുമല്ല, ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തുന്നതായിരിക്കണം. ഇതിൽ നിന്ന് മാറിയുള്ള എല്ലാ പ്രവൃത്തികളും പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തകർച്ചയിലേക്കാണ് കൊണ്ടുപോവുക. ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ മഹത്വം നിറഞ്ഞ ഒരു ജീവിതവും മഹത്വം നിറഞ്ഞ ഒരു പ്രവൃത്തികളും നമുക്കതിൽ കാണാനില്ല. മറ്റ് ജനതകളിൽ നിന്നും നമ്മൾ ഒട്ടും വ്യത്യസ്തരല്ല. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ കണികകൾ വളരെ കുറവാണ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ആകുലപ്പെടാനും അസ്വസ്ഥപ്പെടാനും ഒക്കെ ഉണ്ട്. നമുക്കൊരു ദൈവമുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, വിജാതീയരാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത്, നിങ്ങൾക്കിവയെല്ലാം ആവശ്യമാണ് എന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ച്, മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, നമ്മുടെയൊക്കെ മക്കളുടെ ജോലിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് അങ്ങനെ നമ്മൾ ഒത്തിരിയേറെ ഉത്കണ്ഠാകുലരാണ്. നമ്മളൊരു ബസ്സിൽ കയറിയാൽ അവിടെ ഒരു അസൗകര്യങ്ങളുണ്ടെങ്കിൽ, സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ നിൽക്കുവാനായിട്ട് നമ്മൾ അസംതൃപ്തരാണ്. നമ്മൾ എവിടെ ചെന്നാലും എനിക്ക് എൻ്റെ സൗകര്യങ്ങളെല്ലാം സുഖപ്രദമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ, ഒരു കുറവുമില്ലാത്തൊരു സാഹചര്യം എനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഞാൻ അവിടെ അസംതൃപ്തി പ്രകടിപ്പിക്കും. ഞാൻ അവിടെ ആരോടെങ്കിലുമൊക്കെ അസംതൃപ്തി പ്രകടിപ്പിക്കാമോ അതൊക്കെ അവർ അവിടെ പ്രകടിപ്പിക്കും. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ വെച്ച് പിറുപിറുത്തതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അനേകം പിറുപിറുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിൽ യാത്രയ്ക്ക് ശേഷം വാഗ്ദത്ത നാട്ടിലേക്ക് ഒരു എത്തലുണ്ട്, വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കലുണ്ട്. അവിടെ എനിക്ക് അനുഗ്രഹവും തേനും പാലും ഒഴുകുന്ന ഒരു ജീവിതമാണ് അവിടെ ലഭിക്കാനിരിക്കുന്നതെന്ന് ഇസ്രായേൽ ജനം മറന്നുകൊണ്ടാണ് മരുഭൂമിയിലെ കൊച്ചു കൊച്ചു പോരായ്മകളെക്കുറിച്ച് ഇസ്രായേൽ ജനം പിറുപിറുത്തത്. സ്നേഹമുള്ള സഹോദരങ്ങളെ,
നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ഒരിക്കലും ശാശ്വതമായ ഒരു ജീവിതമല്ല. ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ കുറവുകളും പോരായ്മകളും നിത്യതയിൽ നമുക്കതൊരു അനുഗ്രഹമായി തീരേണ്ടതാണ്. നിത്യതയിൽ അത് നമുക്ക് അനുഗ്രഹമായി കൃപയായി തീരേണ്ടതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും സാധ്യമാകുന്നില്ല. നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെപ്പോഴും അസ്വസ്ഥരാണ്. കാരണം എനിക്ക് സീറ്റ് കിട്ടിയില്ല, എനിക്ക് യാത്ര ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഭക്ഷണം കിട്ടിയില്ല, കുടിക്കാൻ വെള്ളം കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന വാഹനത്തിൻ്റെ പോരായ്മകൾ, ഇങ്ങനെ നിരവധിയായ പോരായ്മകളെക്കുറിച്ച് നമ്മളെല്ലാം പിറുപിറുക്കുന്നവരാണ്. നമുക്കെന്ന് ഈ പിറുപിറുപ്പ് അവസാനിപ്പിച്ച് ഈ മരുഭൂമി യാത്രയ്ക്ക് ശേഷം ഞാൻ വാഗ്ദത്ത നാട്ടിലേക്കാണ് പോകുന്നത്, അവിടെ ഒരു കുറവില്ലാത്ത ജീവിതം എനിക്ക് ലഭിക്കാനിരിക്കുന്നു എന്ന് നമുക്കാർക്കും വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ജോലി സ്ഥലത്താണെങ്കിലും നമ്മൾ പിറുപിറുക്കുന്നവരാണ്. നമ്മൾ പള്ളിയിൽ വന്നാലും പിറുപിറുക്കുന്നവരാണ്. സുഖസൗകര്യങ്ങളുടെ കാര്യത്തിൽ പിറുപിറുക്കുന്നവരാണ്. നമ്മളൊരു ഭക്ഷണം കഴിക്കാൻ പോയാൽ അതിനെക്കുറിച്ച് പിറുപിറുക്കുന്നവരാണ്. നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്നാൽ അതിനെക്കുറിച്ച് പിറുപിറുക്കുന്നവരാണ്. നമ്മളൊരു ആശുപത്രിയിൽ ചെന്നാൽ അതിനെക്കുറിച്ച് പിറുപിറുക്കുന്നവരാണ്. എല്ലായിടത്തും നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ പിറുപിറുക്കുന്നവരാണ്. എന്തുകൊണ്ട് ഇസ്രായേൽ ജനം പിറുപിറുത്തതുപോലെ നമ്മൾ പിറുപിറുക്കുന്നു? നമ്മൾ പോകുന്നത് വാഗ്ദത്ത ഭൂമിയിലേക്കാണ്, രക്ഷയിലേക്കാണ്. അവിടെയാണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. യാത്ര അവസാനിക്കാത്തത് കൊണ്ട് ഈ ഭൂമിയിലെ, അതായത് ജീവിതയാത്രയിലെ കൊച്ചു കൊച്ചു പോരായ്മകൾക്ക് വിട്ടുവീഴ്ച ചെയ്യുവാൻ നമ്മളാരും തയ്യാറല്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. മോശയുടെ ജീവിതത്തിലും മോശ ഈ പരാതികളുടെ എല്ലാം നടുവിലൂടെ ഈ മല്ലടിക്കുന്ന ജനത്തെ നയിച്ച മോശയും അതുപോലെ ഒരു വീഴ്ചയിൽ വന്നു വീണു. ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ എൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നീ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നീ ഈ ജനത്തെ വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കാല എന്ന് ദൈവം മോശയോട് പറഞ്ഞത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ ജീവിതം കുറവില്ലാത്ത ഒന്നായി തീരേണ്ടതാണ്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ എന്തെല്ലാം പോരായ്മകളുണ്ട് എന്ന് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു നല്ല വിശ്വാസത്തിൻ്റെ ഉടമയായി തീരാൻ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയിൽ പിറുപിറുത്തതുപോലെ പിറുപിറുക്കാതിരിക്കുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലെയും നമ്മുടെ എല്ലാ അസൗകര്യങ്ങളെയും മറക്കാൻ തക്ക വിധം ഒരു നല്ല മനസ്സ് എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പലപ്പോഴും സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഇത്തരത്തിലുള്ള പിറുപിറുപ്പുകൾ, എല്ലാവരുടെയും പിറുപിറുപ്പുകൾ ബാക്കിയുള്ളവർക്കും അസ്വസ്ഥതയുണ്ടാകും. മോശയ്ക്ക് വലിയ അനുഗ്രഹം നഷ്ടപ്പെടുത്തിയതുപോലെ നമ്മളും അതിലൂടെ വലിയ വലിയ അനുഗ്രഹങ്ങളും കൃപകളുമാണ് നഷ്ടപ്പെടുത്തുക. പാറയോട് വെള്ളം പുറപ്പെടുവിക്കുവാൻ ആജ്ഞാപിക്കുവാൻ ദൈവം അവരോട് കൽപ്പിച്ചത്. പക്ഷേ കർത്താവ് പറഞ്ഞതല്ല മോശ ചെയ്തത്. ഇത്രത്തോളം മനോഹരമായി ഇസ്രായേലിനെ നയിച്ച മോശയ്ക്ക് അവസാനം ചെറിയൊരു പാളിച്ച വിശ്വാസത്തിൽ പറ്റിയത് അനുഗ്രഹത്തിലും ഒരു കുറവായി. ദൈവത്തിൻ്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി വിശ്വസിക്കുവാൻ സാധിച്ചില്ല. നമ്മുടെ ന്യായവാദങ്ങളും തെറ്റുകളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പോരായ്മകളും തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ നന്മയുണ്ട് എങ്കിലും ആ നന്മയെ കൂടെ മുക്കിക്കളയുന്ന തരത്തിലുള്ള തിന്മകളും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഒത്തിരിയേറെ നന്മ പ്രവർത്തിക്കുന്ന ആളാണ്. അതിനിടയിൽ ഞാൻ പ്രവർത്തിക്കുന്ന വിശ്വാസക്കുറവുകൾ, ചില പരാജയങ്ങൾ അതെൻ്റെ ജീവിതത്തിലെ അനേക നന്മകളെ ഇല്ലാതാക്കുന്നു. വാഗ്ദത്ത ഭൂമിയിൽ പ്രവേശിക്കാൻ മോശയ്ക്ക് അനുഗ്രഹം നഷ്ടമായതുപോലെ നമ്മുടെ ജീവിതത്തിൽ എത്രയോ നന്മകൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പോരായ്മകളും ചെറിയ ചെറിയ പിറുപിറുപ്പുകളും കൊണ്ട് നമ്മൾ നഷ്ടമാക്കി കളയുന്നുണ്ട്. അങ്ങനെ നഷ്ടമാക്കി കളയുന്ന
ആ നല്ല നല്ല അനുഗ്രഹങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് പിറുപിറുപ്പുകളെയും പോരായ്മകളെയും അതിനെക്കുറിച്ചുള്ള നമ്മുടെ പരാതികളെയെല്ലാം അവസാനിപ്പിച്ച് നല്ല തമ്പുരാൻ്റെ മുമ്പിൽ എപ്പോഴും അനുഗ്രഹമുള്ളവരായി ജീവിക്കുവാനായിട്ട്, ഒരു നന്മ പോലും ദൈവം നമുക്കായി വെച്ച് നീട്ടുന്ന ഒരനുഗ്രഹം പോലും ഒരു കൃപ പോലും നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സംഖ്യയുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിലെ മോശയുടെ ജീവിതത്തിലെ ആ ചെറിയ വീഴ്ച നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ എത്രയോ വീഴ്ചകളാണ് നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വലിയ തിരുത്തലിന്, പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനുമായി തന്നിരിക്കുന്ന ഈ വചനം എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടച്ച് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള കർത്താവേ, നിറഞ്ഞ കുറവുകളുടെയും പോരായ്മകളുടെയും മധ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിലെ പോരായ്മകളും കുറവുകളും എന്താണെന്ന് നല്ല ബോധ്യം പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് നൽകി എന്നെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, എൻ്റെ കുറവുകൾ തിരുത്താൻ പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.